പ്രിയമുള്ളവരെ, അരീക്കോട് ഡിവിഷനിൽ നിന്നാണ് പി എ ജബ്ബാർ ഹാജി വിജയിച്ചിട്ടുള്ളത്. വളരെ വലിയ ഭൂരിപക്ഷത്തിന് ജബ്ബാർ ഹാജിയെ വിജയിപ്പിക്കുന്നതിന് പരിശ്രമിച്ച ഒരു പറ്റം ആളുകളാണ് അടുത്തതായി നമ്മോട് പ്രതികരിക്കുന്നത്. അരീക്കോട് പഞ്ചായത്തിൻ്റെ അരീക്കോടിനോടൊപ്പം തന്നെ ചീക്കോട്, അരീക്കോട്, കുഴിമണ്ണ പഞ്ചായത്തുകളിൽ നിന്നുള്ള വോട്ടർമാരുടെ വലിയ പിന്തുണയാണ് ജബ്ബാർ ഹാജിക്ക് ലഭ്യമായിട്ടുള്ളത്. ഈ ഒരു പ്രവർത്തനത്തിനെല്ലാം ചുക്കാൻ പിടിച്ചിട്ടുണ്ടായിരുന്ന നേതാക്കന്മാരാണ് നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നത്. സുൽഫിക്ക, ഈ ഒരു വിജയം എത്രമാത്രം സന്തോഷകരമാണ് നിങ്ങളെ ഈ സംബന്ധിച്ച്? നിങ്ങളുടെ ഡിവിഷനിൽ നിന്ന് ജയിച്ചു വരുന്ന ഒരാൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുകയാണ്. അരീക്കോട് മേഖലയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ളതാണത്. നല്ല ഭൂരിപക്ഷത്തിന് അരീക്കോട് മേഖലയിൽ നിന്ന് വിജയിപ്പിക്കാനും സാധിച്ചു. മലപ്പുറം ജില്ലയുടെ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഏറെ അഭിമാനം ഞങ്ങൾക്കൊക്കെ ഉണ്ട്. അരീക്കോട് മേഖലയിലെ എല്ലാ വോട്ടർമാർക്കും ഒരു അഭിമാനമുണ്ട്. അടുത്തതായി മുൻ പഞ്ചായത്ത് മെമ്പർ കൂടിയായിട്ടുള്ള ഷാഫി പ്രതികരിക്കുകയാണ്. എങ്ങനെയുണ്ട്? നിങ്ങളുടെ ഡിവിഷനിൽ നിന്നാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ജബ്ബാർ ഹാജി വരുന്നത്. മലപ്പുറം ജില്ല കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ്. ആ ജില്ലയുടെ ഭരണമാണ് ഇന്ന് പ്രിയപ്പെട്ട ജബ്ബാർ ഹാജി അല്പസമയം മുമ്പ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിട്ടുള്ളത്. അതിൽ ആ ജില്ലയുടെ നേതാവായി, ജില്ലയുടെ പ്രസിഡന്റായി പ്രിയപ്പെട്ട ജബ്ബാർ ഹാജി അരീക്കോട് ഡിവിഷനിൽ നിന്ന് മത്സരിച്ചായി എന്നുള്ളതിൽ ഞങ്ങൾക്ക് വലിയ അഭിമാനമുണ്ട്. അത് ജില്ലയുടെ മുഴുവൻ വികസന പ്രവർത്തനങ്ങൾക്കും ജില്ലയുടെ ഏറ്റവും വലിയ കാര്യക്ഷമമായിട്ടുള്ള മുന്നേറ്റത്തിനുമൊക്കെ അത് ഉതകുമാരാവട്ടെ എന്നാണ് ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന. ഏറ്റവും മികച്ച വിജയമാണ് അരീക്കോട് നിന്ന് പ്രിയപ്പെട്ട ജബ്ബാർ ഹാജി നേടിയിട്ടുള്ളത്. അത് ഈ ജില്ലയുടെ വരുന്ന കാലങ്ങളിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് അത് നേട്ടമാകും. ജബ്ബാർ ഹാജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നേരത്തെ കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റായി മികച്ച ഭരണാധികാരിയായിട്ടുള്ള ഒരു ജനപ്രതിയായിരുന്നു. അദ്ദേഹം നടത്തിയിട്ടുള്ള ഡയാലിസിസ് സെന്ററുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഏറ്റവും മാതൃകയായിട്ടുള്ള ഒരു ഡയാലിസിസ് സെന്ററാക്കി മാറ്റാൻ വേണ്ടി അതിന് സാധിക്കുകയും സമൂഹത്തിലെ നാനാ തുറകളിലുള്ള ആളുകൾക്കും അതൊരു ഉപകാരപ്പെടുന്ന രീതിയിലായി, അത് ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരു കാരുണ്യത്തിന്റെ മുഖമായിട്ടാണ് പ്രിയപ്പെട്ട ജബ്ബാർ ഹാജി അടയാളപ്പെടുത്തിയത്. ആ ജബ്ബാർ ഹാജിയാണ് ഈ ജില്ലയെ പ്രതിനിധീകരിക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിലെ പ്രതിപക്ഷമില്ലാത്ത ഒരു ജില്ലാ പഞ്ചായത്തായിട്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മാറിയിട്ടുണ്ടെങ്കിലും എല്ലാവരുടെയും ശബ്ദം കേൾക്കുവാനും അവർക്ക് അനുയോജ്യമായ രീതിയിലുള്ള അധികാര വികേന്ദ്രീകരണമെന്നാണ് പറയുക. എല്ലാവർക്കും വികസന പ്രവർത്തനങ്ങൾ എത്തിക്കുവാനും അദ്ദേഹത്തിന് സാധിക്കണം. അതിനുള്ള ഒരു പ്രതിനിധിയായിട്ട് ജബ്ബാർ ഹാജി മാറട്ടെ എന്നുള്ളതാണ് അരീക്കോട്ടിലുള്ള അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുത്തിട്ടുള്ള, അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾക്ക് ഞങ്ങൾ 100% മാനസികമായി വലിയ സന്തോഷത്തിലാണ്, വലിയ ആഹ്ലാദത്തിലാണ്. ഇത് അരീക്കോടിന്റെ ഒരു പ്രതീകമായി, അരീക്കോടിനെ എപ്പോഴും പറയാറുള്ളത് മലപ്പുറത്തിന്റെ സാംസ്കാരിക കായിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന, വിദ്യാഭ്യാസ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന പ്രദേശമാണ് അരീക്കോട്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഇടവണ്ണ ഡിവിഷനിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള KT അഷ്റഫ് കൂടി നമ്മോടൊപ്പം പ്രതികരിക്കുകയാണ്. അരീക്കോട്ടുകാരൻ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി വരികയാണ്. അതോടൊപ്പം തന്നെ താങ്കൾ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയാണ്. എത്രമാത്രം സന്തോഷകരമാണ്? ഒരു ഭരണത്തെ എത്രമാത്രം സാധ്യമാക്കാൻ കഴിയും? ഒരു ഇരട്ടി മധുരമുള്ള ഒരു അനുഭവമാണ്. കാരണം ഒന്ന്, അരീക്കോട് എന്ന് പറയുന്ന പ്രദേശത്തിലെ അരീക്കോടിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ടുള്ള ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വരിക എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ സന്തോഷം. കാരണം അതങ്ങനെ സംഭവിക്കാറില്ല സാധാരണ രീതിയിൽ. രണ്ടാമത്തെ കാര്യം, ഈ രംഗത്ത് പരിചയസമ്പത്തുള്ള, നേരത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി ജീവകാരുണ്യ രംഗത്തും മത സാമൂഹിക രാഷ്ട്രീയ രംഗത്തും നിറഞ്ഞ സാന്നിധ്യമുള്ള വളരെ സഹൃദയനായ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ കരുതുന്ന ഒരാൾ കൂടിയാണ് ജബ്ബാർ ഹാജി. കാഴ്ചപ്പാടോടുകൂടി ഒരു ടീം സ്പിരിറ്റ് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. മലപ്പുറം ജില്ല എന്ന് പറയുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അരക്കോടിയോളം ജനങ്ങളുള്ള ഒരു ജനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ജില്ലയാണ്. കഴിഞ്ഞ 6 തവണകളിലായി മാതൃകാപരമായ ധാരാളം പദ്ധതികൾ നടപ്പിലാക്കിയ ഒരു ജില്ല. പ്രത്യേകിച്ച് പുതിയ കാലഘട്ടത്തിനനുസരിച്ച് ചിന്തിക്കുവാനും ജനപക്ഷത്ത് നിൽക്കുവാനും മനുഷ്യന്മാരെയും മാനിച്ച് മാനവ സൗഹൃദം നിലനിർത്തിയുള്ള പരിസ്ഥിതി സൗഹൃദ വികസനത്തിന് അദ്ദേഹം നേതൃത്വം നൽകും. ഞങ്ങളൊക്കെ ടീം വർക്കായിട്ട് ആ കാര്യങ്ങൾ ചെയ്യും എന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു താല്പര്യം. ഞങ്ങളെ അരീക്കോട് അത് വലിയ മുതൽക്കൂട്ടാവും. അരീക്കോടിന് നേരത്തെ സൂചിപ്പിച്ച ധാരാളം കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും വിദ്യാഭ്യാസം, സ്പോർട്സ് അടങ്ങുന്ന കാര്യങ്ങളിൽ അരീക്കോടിൻ്റെ ഖ്യാതി ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിൻ്റെ പ്രസിഡന്റ്ഷിപ്പിനും നേതൃത്വത്തിനും സാധിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. അരീക്കോട്ട് ഒരു വലിയ സാധ്യതകൾ തുറന്നു കാട്ടാൻ, അല്ലെങ്കിൽ അരീക്കോട്ട് ഒരു വലിയ സാധ്യതയിലേക്ക് പോകാൻ പ്രസിഡന്റ് സ്ഥാനം ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന വിശ്വാസത്തിൽ തന്നെയാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രതികരിച്ചിട്ടുള്ളത്. അതോടൊപ്പം ഇനി നമ്മോട് പ്രതികരിക്കുന്നത് RK ആണ്. നമ്മുടെ ജബ്ബാർ ഹാജിയുടെ തെരഞ്ഞെടുപ്പ് സമയം മുതൽ വളരെ സജീവമായി തന്നെ അദ്ദേഹം കൂടെയുണ്ട്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തും. എത്രമാത്രം സന്തോഷകരമാണ്?
അതിയായ സന്തോഷമാണ്. കാരണം ഞാൻ തെരഞ്ഞെടുപ്പിൻ്റെ വേളകളിൽ ഞാൻ പറഞ്ഞിരുന്നു, ജബ്ബാർ ഹാജിക്ക് നിങ്ങളൊരു വോട്ട് ചെയ്താൽ അതൊരിക്കലും ഒരു നഷ്ടത്തിൻ്റെ കണക്കിലേക്ക് വെക്കേണ്ടി വരില്ല, അതൊരു നഷ്ടമായിട്ട് നിങ്ങൾക്ക് തോന്നില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് എനിക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അശരണരുടെ കൂടെ, നിരാലംബരുടെ കൂടെ, കഷ്ടത അനുഭവിക്കുന്നവരുടെ കൂടെ എന്നും ജബ്ബാർ ഹാജി ഉണ്ടായിരുന്നു. ഏതായാലും ഈ വിജയത്തിൽ ഞങ്ങൾ പ്രത്യേകിച്ച് അരീക്കോട്ടുകാർ എല്ലാവിധ സന്തോഷം. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.